മിക്കീസ് കഫേയുടെയും മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മണി ബ്രസ്റ്റ് പെർഫോമൻസിലെയും നൽകാൻ സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മിഡ് ലൈഫ് ക്രൈസിസ് എന്താണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 വയസ്സ് തൊട്ട് ഒരു 45 വയസ്സുള്ള ആളുകളാണ് ഈ മിഡ് ലൈഫ് ക്രൈസിലൂടെ കടന്നു പോകുന്നത്. അവർക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള നിരാശ, സങ്കടം, പിന്നെ ഡിപ്രഷന്റെ ലെവലിൽ വരെ പോകുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ അത്തരത്തിലുള്ള പല ആളുകളായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് മിഡ് ലൈഫ് ക്രൈസിസ്, അതിനകത്ത് നിന്ന് എങ്ങനെ പുറത്തു വരാം, അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവെക്കാണ്. മിഡിൽ ഏജ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ കിരൺ പറഞ്ഞ പോലെ ഒരു 35 വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അത് ഒരു 60 വയസ്സ് വരെ പോവാം. 60 വയസ്സ് വരെ നമ്മൾ അതിന് ഓവർകം ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ ലാസ്റ്റ് ചെയ്ത് പോവാം. ഇപ്പൊ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ മിഡിൽ ഏജ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പിന്നെ ഇൻഫന്റ്, ചൈൽഡ്ഹുഡ്, അഡോളസെന്റ് ഏജ്, യങ് അഡൽട്ട്ഹുഡ്, പിന്നെ അഡൽട്ട്ഹുഡ്, പിന്നെ സീനിയേഴ്സ്. അത് പറയുമ്പോൾ തന്നെയും പിന്നെ ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ ഏർലി ഓൾഡ് ഏജ് ഉണ്ട്, മിഡിൽ ഓൾഡ് ഏജ് ഉണ്ട്, ലേറ്റ് ഓൾഡ് ഏജ് ഉണ്ട്. 60 വയസ്സൊന്നും ഓൾഡ് ഏജ് എന്ന് പറയില്ല, ഏർലി ഓൾഡ് ഏജ് എന്നേ പറയുള്ളൂ. പിന്നെ 70, 80 കഴിയുമ്പോഴാണ് ലേറ്റ് ഓൾഡ് ഏജ് എന്ന് പറയുക. സോ അപ്പൊ മിഡിൽ ഏജ് എന്ന് പറയുമ്പോൾ ഈ 35, 40, 60 കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏർലി ഓൾഡ് ഏജിലേക്ക് പോവാണ്. സോ അവിടെ വരെ ഇത് വരാം. നമ്മൾ ഓവർകം ചെയ്തില്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ അത് ഭരിച്ചുകൊണ്ട് പോവാം, അലട്ടിക്കൊണ്ടിരിക്കാം. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ലൈഫിൽ ഒരു 35, 40 വയസ്സൊക്കെ, അല്ലെ 40 വയസ്സ് കഴിയുന്ന, അല്ലെ 40, 45 ഒക്കെ ആ ഒരു ടൈമിൽ നമ്മളുടെ ഒരു അവസ്ഥ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് സന്തോഷകരമായ ഒരു അവസ്ഥയാണെങ്കിൽ ഓക്കെ, ഞാനൊരു വിന്നറാണ്, ഞാൻ അച്ചീവ് ചെയ്തു, ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ് എന്നൊരു ഫീൽ ഉണ്ടാവും. അതൊരു സംതൃപ്തിയുടെ അവസ്ഥയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു സംഭവത്തിനെയാണ് ഈ മിഡിൽ ഏജ് ക്രൈസിസ് എന്ന് പറയുന്നത്. അതായത് ചിലപ്പം അത് കരിയറിൽ ഉണ്ടാവാം, ഫാമിലിയിൽ ഉണ്ടാവാം, നമ്മളായിരിക്കുന്ന അവസ്ഥയിലുണ്ടാവാം, നമ്മുടെ വീട്, ചുറ്റുപാടുകൾ, നമ്മൾ താമസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ഫിസിക്കൽ ഇമേജ് പോലും, ആരോഗ്യം, ഇതെല്ലാം ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ അത് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹെൽത്ത് പറയുകയാണെങ്കിൽ അത് 35, 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരാൾ രോഗിയായി, BP ആയി, അല്ലെങ്കിൽ ഡയബറ്റിക്, അപ്പോൾ അയാൾക്ക് ഒരു ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂമായിട്ട് ഞാനിപ്പോഴേ ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പം അവിടെ എന്താണ്, പെട്ടെന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തി ഹെൽത്തിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ ഇത്ര നാൾ വളരെ ഫ്രീ ആയിട്ട് എല്ലാം കഴിച്ച് തുള്ളിച്ചാടി നടന്ന് അങ്ങനെ പോയി, ഇപ്പം അതല്ലല്ലോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പം ആ അവസ്ഥ അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ. പിന്നെ നമ്മൾ കരിയറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി, ആ ജോലിയിലേക്ക് പോകുമ്പോൾ എന്തായാലും പഠിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ജോലി എന്നുള്ളതാണ്. വരുമ്പോൾ ജോലി കിട്ടുന്ന ജോലി ചാടിക്കറി അങ്ങ് പോകും. പക്ഷെ കുറെ കഴിയുമ്പം ആ ജോലിയിൽ ഹാപ്പി ആയിരിക്കത്തില്ല. അപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരിക്കൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് MA കഴിഞ്ഞ ഒരാളാണ്. പുള്ളിക്ക് വീട്ടിൽ വരുമാനം അത്യാവശ്യമായിരുന്നു. അങ്ങനെ വന്നതായ സമയത്ത് പുള്ളിക്ക് പല ടെസ്റ്റുകൾ എഴുതി, PSCയിലൊക്കെ കുറേ ടെസ്റ്റുകളൊക്കെ എഴുതി. പുള്ളിക്ക് പെട്ടെന്ന് കിട്ടിയത് പിയൂൺ പോസ്റ്റിലാണ്. പുള്ളിക്ക് അപ്പം കുടുംബത്തിന് വരുമാനം ആവശ്യമാണെന്നുള്ളതുകൊണ്ട് എളുപ്പം അത് എടുത്തു. അപ്പൊ അയാൾ അദ്ദേഹത്തിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പിയൂൺ പോസ്റ്റ് ജോലിയാണ്. പുള്ളി പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. വെച്ചാൽ ഡിഗ്രി ഉള്ള ആൾക്കാർ അവിടെ ക്ലറിക്കൽ പോസ്റ്റ് ഇരിക്കുന്നു, ഇദ്ദേഹം MA കാരനാണ്. അപ്പൊ ഫയൽ എടുത്ത് കൊടുക്കാനും അവർക്ക് ചായയും കാപ്പിയും കൊണ്ട് കൊടുക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഒരാളായിട്ട് നിൽക്കുമ്പോൾ ഒരു വിങ്ങലാണ്. അപ്പൊ ആ ഒരു കുറെ ഏജ് കഴിയുമ്പോഴത്തേക്കും ഈ അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അയാളെ മോട്ടിവേറ്റ് ചെയ്ത് അയാൾ വേറെ എക്സ്ട്രാ കോച്ചിങ്ങിനൊക്കെ പോവുകയും അയാൾ പ്രൊമോഷൻ, അപ്പൊ ഡിസ്കറേജ്ഡ് ആയി കടന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയല്ലോ, ഞാൻ ഈ ജോലി എടുത്തു പോയല്ലോ, വേണ്ടിയിരുന്നില്ല. പക്ഷെ അയാൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ അയാൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടോ, അല്ലെ വേറെ സ്കിൽ ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ വേറെ ടെസ്റ്റ് എഴുതി പല രീതിയിൽ അയാളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അവിടെ. എന്നാൽ അതിൽ കുടുങ്ങിക്കിടക്കുവാണെങ്കിൽ അവിടെ ആ ഏജ് അതിനകത്ത് ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ട് പോകും. അപ്പം ഇങ്ങനെ പലർക്കും ചിലർ എന്തെങ്കിലും, ചിലർ ബിസിനസ് ചെയ്യുന്നതാവാം, ചിലർ തൊഴിലാവാം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ആയിപ്പോയോ എന്നുള്ളൊരവസ്ഥയിൽ ഇത് ചേഞ്ച് ചെയ്യണം, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണം, എൻ്റെ തൊഴിലൊരു മാറ്റം ഉണ്ടാവണം, എൻ്റെ ഹെൽത്തിലൊരു മാറ്റം ഉണ്ടാവണം, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയമാണ് അവിടെ. അപ്പോൾ തൊഴിൽ മാറ്റം ഉണ്ടാവണം. ഇന്ന് ഒത്തിരി സാധ്യതകളുണ്ട്. നമുക്കൊക്കെ ഏത് ഏജിലും പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്നുണ്ട്. തൊഴിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ തന്നെ കുട്ടികൾ പലരും ചെറുപ്പക്കാരൊക്കെ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവരത് സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. ബെറ്റർ ഫെസിലിറ്റി, ബെറ്റർ സാലറി, ബെറ്റർ ജോലി, മെച്ചപ്പെട്ട അവസ്ഥ കിട്ടുമ്പോൾ അവർ ജോലി മാറിയിട്ട് പോവാറുണ്ട്. സോ ഇതും ഈ സമയം വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് അവർക്ക് തോന്നും, എനിക്കിത് മതിയോ, ഈ ജോലി മതിയോ, ഈ പ്രൊഫഷൻ. ചിലപ്പോൾ പ്രൊഫഷൻ പോലും
ചേഞ്ച് ചെയ്യണമെന്ന്. സോ കരിയർ പോലും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സ്റ്റക്കായിട്ട് അതിനകത്ത് ഇതാണോ എനിക്കിത് ഹാപ്പി അല്ലല്ലോ, എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ ജോലിയിൽ പോകണമല്ലോ, അല്ല എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഇങ്ങനെ ഈ ഹെൽത്തുമായിട്ട് നടക്കണമല്ലോ. അതുപോലെ തന്നെ ജീവിത പങ്കാളി. ചിലപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആരൊക്കെയോ നമുക്കൊരു കല്യാണം കണ്ടുപിടിച്ച് തന്നു. ചിലപ്പോൾ നമ്മൾ തന്നെ തിരഞ്ഞെടുത്തതാണെങ്കിൽ പോലും, ഒരു ലവ് മാരേജ് ആണെങ്കിൽ പോലും എൻ്റെ ചോയ്സ് തെറ്റിപ്പോയോ എന്ന് തോന്നി. ജീവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പ്രണയിച്ചിരുന്നപ്പോഴത്തെ ആളല്ല എന്ന് ജീവിച്ച് കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്. സോ ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു, അല്ലെ എൻ്റെ വീട്ടുകാരെ, എനിക്ക് വലിയ റോളൊന്നും ഇല്ല, എൻ്റെ വീട്ടുകാർ കണ്ടുപിടിച്ചെന്ന് ഞാൻ എല്ലാം കൊള്ളാമെന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു. പക്ഷെ ജീവിച്ച് ഇത്രയും വർഷം 40-40 വയസ്സായിട്ട് തോന്നിയോ ഇത് ശരിയാവുന്നില്ലല്ലോ, എൻ്റെ ലൈഫിൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ഈ ജീവിത പങ്കാളിയുടെ ജീവിക്കണോ എന്നുള്ളൊരു ഫീല് ലൈഫിലുണ്ടാവാം. പിന്നെ അതുപോലെ ഇപ്പം കൂടുതലായിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്ഥലത്ത് ജീവിച്ചാൽ മതി. കാരണം നമ്മുടെ ചെറുപ്പക്കാർ ഒത്തിരി പേര് വിദേശങ്ങളിലോട്ട് പോകുന്നുണ്ട് ഇല്ലേ. അപ്പൊ തോന്നും പിന്നെ എനിക്ക് പുറത്ത് പോകായിരുന്നു, എനിക്ക് US-ലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ എവിടെയൊക്കെ മൈഗ്രേറ്റ് ചെയ്യായിരുന്നു. അതൊന്നും ഞാൻ ചെയ്യാതെ ഇവിടെ തന്നെ എൻ്റെ പേരൻസിനെ നോക്കണം, അല്ല അങ്ങനെ വേണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ കെട്ടപ്പെട്ട് കിടന്നു പോയല്ലോ, ഞാൻ അങ്ങനെ വിദേശത്തെങ്ങാനും പോയിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നല്ലോ. സോ ഈ താമസിക്കുന്ന ഇടം, താമസിക്കുന്ന അവസ്ഥ, നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ, ജീവിത പങ്കാളിയുടെ അവസ്ഥ, തൊഴിലിന്റെ അവസ്ഥ, ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായി മാറുന്ന സമയമാണ് ഇത്. അപ്പൊ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ആൻസൈറ്റി, അയ്യോ ഭാവി എന്താകും, ഒരു നിരാശ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. പിന്നെ ഫ്രസ്ട്രേഷന്, ഉത്കണ്ഠ, ദേഷ്യം വരും. നമുക്കിങ്ങനെ ഒരു നിരാശയും സങ്കടവും നമ്മളാകേണ്ടതായില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അങ്ങ് ദേഷ്യം വരും. സോ ഇതെല്ലാം പിന്നെ ചിലപ്പോൾ നമ്മുടെ മക്കളുകളാകേണ്ടവരായില്ല എന്നുള്ളതാവാം. ചിലപ്പോൾ അവർ ശരിക്കും പഠിക്കുന്നില്ല. ഇപ്പൊ എനിക്കറിയാം വളരെ യങ് കപ്പിൾസ് ആണ്, കുഞ്ഞുങ്ങൾക്ക് ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ളവര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ കാണും കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അതിനകത്ത് എൻ്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ കുട്ടികൾ പഠിക്കുന്നില്ലല്ലോ, ലേണിംഗ് ഡിഫിക്കൽറ്റി ആണല്ലോ, ഇങ്ങനെ ആ അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ ഇതെല്ലാം ഈ ഏജിലെ കാര്യം. പേരന്റിങ് ഈ സമയത്ത് ഒരു വലിയ ടാസ്ക് ആണ്. നമുക്കൊരു ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, കുഞ്ഞുങ്ങളെ വളർത്തുക, വിദ്യാഭ്യാസം കൊടുക്കുക, അവരുടെ വളർച്ച, അവരുടെ കാര്യങ്ങൾ, അവർക്കൊരു തൊഴിലാക്കുക, അതുപോലെ അവരുടെ വിവാഹം നടത്തുക. ഇതൊക്കെ പേരന്റിങ്ങിന്റെ ആ ഒരു വലിയ ടാസ്ക് ആണ്. തൊഴിൽ, പേരന്റിങ്, ഇതെല്ലാം നമ്മൾ പൂർത്തീകരിക്കുന്ന ഒരു സമയമാണ് ഈ മിഡിൽ ഏജ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആകാതെ വരുമ്പോൾ ആ ഒരു ക്രൈസിസ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫീലിംഗ് വൈസിൽ ഫ്രസ്ട്രേഷൻ, സങ്കടം, നിരാശ, ദേഷ്യത്തിലോട്ടൊക്കെ പോകും. ഇനി ഇവിടുത്തെ ഒരു വലിയ കാര്യം, നമ്മൾ ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് നമ്മൾ ഇങ്ങനെ ലൈഫിലോ ജീവിക്കുക, അത് ഞാൻ പറഞ്ഞ അതിജീവിച്ചില്ലേ ഒരു 10-20 വയസ്സ് വരെ ഇങ്ങനെ അങ്ങ് പോകും, ഈ ഫീലിംഗ് ഉള്ളിൽ ഇട്ടുകൊണ്ട് അങ്ങ് പോകും. ഇതിനെ ഓവർകം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഇതിനെ അതിജീവിക്കണമല്ലോ. ഇതിനെ അതിജീവിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് മനസ്സ് തുറന്ന് വിശ്വസിക്കാവുന്ന ഒരാളോട് തുറന്ന് പറയുക. വിശ്വസിക്കുന്ന ആളോട് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ അതിന്റെ വേർഷൻ കൊടുത്ത് 10 പേരോട് പറഞ്ഞ് കുളവാവരുത്. സോ വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്ത്, ബന്ധുക്കൾ, അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുക എന്നുള്ളൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ കുറെ മനസ്സിന്റെ ഭാരങ്ങൾ, ഈ നെഗറ്റീവ്സ് ഒക്കെ ഒന്ന് വെന്റിലേറ്റ് ചെയ്ത് ഒലിച്ചങ്ങ് ഇറങ്ങിപ്പോകും. പിന്നെ നമ്മളെ എമ്പതൈസ് ചെയ്യുന്ന ഒരാൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, ആൾക്ക് നമുക്ക് ഒരു സപ്പോർട്ട് തരാൻ പറ്റുമായിരിക്കും. അതൊരു വലിയ ഇമ്മീഡിയറ്റ് ആശ്വാസമാണ്. അത് മാത്രം പോരാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറെ പോയി കണ്ട് നമ്മൾ ഹെൽപ്പ് സ്വീകരിക്കാനും മടിക്കരുത്. പിന്നൊന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊന്ന് സ്വസ്ഥമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ, കഴിഞ്ഞ കാലത്ത് നമുക്ക് മാറ്റാനൊക്കത്തില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ കഴിഞ്ഞു പോയതിനെ പറ്റി നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ ആയല്ലോ, ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ചിരുന്നാലും കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. കാരണം നമുക്കത് മാറ്റാനൊക്കത്തില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ വിചാരിച്ചാലും നമ്മുടെ പിന്നെ എന്താ പറയാ, നമ്മളുടെ കൺട്രോളിനപ്പുറത്തായിട്ട് പലതും സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നമ്മുടെ കൺട്രോളിനപ്പുറത്തായിട്ട് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞാൻ എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. അപ്പോൾ സക്സസ്, അപ്പൊ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നൊക്കെ നമ്മൾ കടന്നുപോയി, നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട പല അനുഭവങ്ങൾ, പാഠങ്ങൾ, ചിലരൊക്കെ എന്നെ പറയും നമ്മളുടെ ഒരു സ്പിരിച്വൽ ലെസൺസ് ഒക്കെ വേണമെങ്കിൽ പറയും വേണമെങ്കിൽ എന്നല്ല, അതൊരു ഫാക്റ്റാണ്. ഉൾക്കൊള്ളാൻ ചിലർക്ക് ബുദ്ധിമുട്ടാവാൻ പാട്ടോ, അതൊരു ഫാക്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മോൾഡ് ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചിലപ്പോൾ ഡിസിപ്ലിൻ ചെയ്യത്തില്ലേ, അപ്പോൾ അവർക്ക് അന്നേരം അതൊരു വേദനയായിരിക്കാം. പക്ഷെ ആ ഒരു പാഠം പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് ലൈഫിലേക്കുള്ള ചില പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം വാട്ട് എവർ ഹാപ്പൻസ്
ഇസ് ഹാപ്പൻ, അത് എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടാണ്. അത് എനിക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് മാത്രമേ എനിക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള ചിലത് ഭയങ്കര വിഷമമായിരിക്കാം. എൻ്റെ ഫാദർ ആൽക്കഹോളിക് ആയിരുന്നു, അതിൻ്റെ വിഷമങ്ങൾ എനിക്കറിയാം. പക്ഷെ അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവുകൊണ്ട് ഞാൻ കൗൺസിലിങ്ങിന് പോയത്. അല്ല ചിലപ്പോൾ നമ്മുടെ പേരൻസും നഷ്ടപ്പെട്ടു പോകുന്നവർ, ചിലർ വളരെ ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. അതിനകത്ത് എന്താണ് എനിക്ക് ബെസ്റ്റായിട്ട് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ആൻസർ കാണത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ അതിലൂടെ നമ്മുടെ ലൈഫിനെ എവിടെയെങ്കിലുമൊക്കെ മോൾഡ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ കഴിഞ്ഞത് കഴിഞ്ഞു. ചിലത് നമുക്ക് ഒട്ടും നികത്താൻ വയ്യാത്ത നഷ്ടങ്ങളായിരിക്കാം ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരുടെ വേർപാട്. പ്രിയപ്പെട്ടവരുടെ വേർപാട് വളരെ വളർന്നു വരുന്ന നല്ല പ്രായത്തിൽ മാതാവോ പിതാവോ വേർപെട്ടു പോകുമ്പോൾ ആ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വളരെ ഹാർഡായിട്ടുള്ള ലൈഫാണ്. അതൊക്കെ പിന്നെ നികത്താൻ വയ്യാത്തൊരു നഷ്ടങ്ങളുമാണ്. അപ്പൊ ഇതൊക്കെ ആ ഒരു കാലത്തിൽ നമ്മൾ കുടുങ്ങിക്കിടന്നാൽ നമ്മൾ അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ ആ ഗ്രീഫിൽ നിന്നും വിഷമത്തിൽ നിന്നും വാട്ടെവർ ഇറ്റ് ഈസ് ഹാപ്പൻ, ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതാണ്. അതിനാണ് കൗൺസിലിങ്ങിൽ നമ്മൾ സഹായിക്കുന്നത്, ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ സ്റ്റക്കായി കിടക്കുന്നവർക്ക്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് ഈ ഒരു ഓവർകം ചെയ്യുക എന്ന് പറയുമ്പോൾ, ഒന്ന് ഞാൻ തുറന്ന് പറയുക, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ എന്ത് ബിറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിലും അവർക്ക് അതിനെ ഓവർകം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ഒരു മനസ്സിനെ അവരെ പാകപ്പെടുത്തും. ചിലപ്പോൾ അതികഠിനമായ വേദനയായിരിക്കും അവർ അനുഭവിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ട് സംഭവിച്ചു നമുക്ക് ആൻസർ ഉണ്ടാവില്ല. ഒരു പ്രിയപ്പെട്ട ഒരാൾ കടന്നു പോകുന്നത് നമുക്ക് എന്തുകൊണ്ടെന്ന് അതിനകത്തെ പോസിറ്റീവ് സൈഡ് നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. അപ്പൊ അവർക്കത് വേദന തന്നെയാണ്, അവർക്ക് ശരിക്കും വേദന തന്നെയാണ്, നഷ്ടം തന്നെയാണ്. പക്ഷെ ആ നഷ്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുകയാണ്, നമ്മൾ മുൻപോട്ട് പോയേക്കുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമ്മുടെ ലൈഫ് മുമ്പോട്ട് കിടക്കുന്നു. ആ നഷ്ടത്തിൽ കുടുങ്ങിക്കിടക്കാൻ നമ്മൾ മുമ്പോട്ട് അവരെ പറ്റിയിട്ടുള്ള ഓർമ്മകളുടെ ശക്തിയിൽ മുൻപോട്ട് അതിന് നമ്മൾ ഇവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മുടെ മുൻപോട്ടുള്ള ഈ ഒരു ജീവിതത്തില് ഇനിയുള്ള ലൈഫും എൻ്റെ ഒരു നല്ല ബെസ്റ്റ് ലൈഫാണ്. എനിക്ക് കഴിഞ്ഞത് കഴിഞ്ഞു, മുൻപോട്ടുള്ള എൻ്റെ ലൈഫ് ഇനി എങ്ങനെ കൊണ്ടുപോകണം എൻ്റെ ചോയ്സ് ഉണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു, എൻ്റെ ചോയ്സ് ഒന്നും പലയിടത്തും തെറ്റിപ്പോയി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ എൻ്റെ ചോയ്സ് ആയിരുന്നിരിക്കില്ല, ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിച്ചത് എൻ്റെ ചോയ്സ് അല്ലായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചോയ്സ്, വാട്ട്എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ എനിക്കൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സിൽ ഞാൻ എൻ്റെ മുൻപോട്ടുള്ള ലൈഫ് എനിക്ക് എത്രയും മനോഹരമാക്കാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പാണ് അവിടെ ഉള്ളത്. രണ്ടാമത്തെ പോയിന്റ് ഹോപ്പ്. അതായത് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നു, രണ്ടാമത് നമ്മുടെ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടുന്നു, 3 ഹോപ്പ്. അതെ, എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് എനിക്കിനി എന്ത് വേണോ, എന്താണ് എനിക്ക് വേണ്ടുന്നത്, അതങ്ങനെ മുമ്പ് ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ ഹെൽത്ത് റെഡിയാക്കണം. എൻ്റെ ഹെൽത്ത് റെഡിയാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഡയറ്റ്, ലൈഫ് സ്റ്റൈല്, ഇത് എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ, ഇത് ഞാനത് നമ്മളൊന്ന് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് ഇതൊക്കെ ചെയ്യണം, അല്ലെ എനിക്ക് ഓവർ വെയിറ്റ് ആയി, അല്ലെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഹെൽത്ത് ഇഷ്യൂസ്. ഇനി മാരേജ് ഇഷ്യൂസ് ആണെങ്കിൽ, അല്ലെ തൊഴിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കരിയർ ഇതാണ്, ഈ കരിയറിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അപ്പൊ എനിക്ക് അതിനൊരു പ്രത്യേകിച്ച് കോഴ്സ് എടുക്കണോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് ചേഞ്ച് വരുത്താം. ചിലർക്ക് തോന്നും ഈ സമയത്ത് എൻ്റെ മാരേജ് എനിക്ക് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര നാളും ജീവിച്ചു, എനിക്ക് ഇനി ഇത് വേണ്ട എന്ന് തോന്നാം. അപ്പൊ അവിടെയും അവർക്ക് ചോയ്സ് ഉണ്ട്, വേണോ വേണ്ടയോ, മുമ്പോട്ട് പോകണോ, രണ്ടുപേരും ആലോചിക്കുക. മിസറബിൾ, അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞാൽ വേറൊരു ടോപ്പിക്കാണ് ഡിവോഴ്സ് എന്നൊക്കെ പറയാം. ലൈഫ് മിസറബിൾ ആണ്, നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ അത് അവർ ആ കപ്പിൾ ചിന്തിക്കണം, അവർക്ക് മുമ്പോട്ട് പോകണോ വേണ്ട, അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സോ അപ്പൊ ഈ ഓരോന്നിനും ഒരു നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് ഇതാണ് എത്തേണ്ടത്, ഈ അവസ്ഥയിൽ ഞാൻ എത്തണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് മുൻപോട്ട് അതിനനുസരിച്ച് ലക്ഷ്യബോധം ഉണ്ടാവണം. ഇനി ഈ ലക്ഷ്യബോധം വെക്കുമ്പം തന്നെ നമ്മൾ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്നുള്ളത്, അത് നമ്മൾക്ക് ഈ അവസ്ഥയെ പറ്റി പറയുമ്പോൾ സെറനിറ്റി പ്രയർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് എല്ലാവർക്കും അറിയാതിരിക്കാം. സെറനിറ്റി പ്രയർ പറഞ്ഞത്, ഗോഡ് ഗ്രാന്റ് മീ ദ സെറനിറ്റി ടു accept the thing I cannot change, and the courage to change the things I can, and the wisdom to know the difference. കാര്യം, to accept the things I cannot change. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അവസ്ഥയിൽ. എൻ്റെ പേര് മദർ ബെഡ്രിഡൻ ആയിപ്പോയി, അല്ലെ എൻ്റെ ഹസ്ബൻഡിന് വയ്യാതെ പോയി, അല്ലെ എനിക്ക് ഇന്ന അസുഖം വന്നു, അല്ലെ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയി. ഇതൊന്നും നമുക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന, ചില രോഗാവസ്ഥ മാറ്റാൻ പറ്റുന്ന അവസ്ഥയല്ല. സോ ആ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സിന് എനിക്ക് തരണേ. എൻ്റെ അവസ്ഥ, എൻ്റെ പേരൻ്റെ കിടപ്പിലായി പോയി, കിടപ്പിലാകുമ്പോൾ നമ്മൾ നോക്കണ്ടേ, അല്ലെ എൻ്റെ പേരൻ്റെ കിടപ്പിലായി, നമുക്ക് എന്താ. അപ്പോൾ മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ആക്സിഡന്റിൽ എൻ്റെ ഒരു കാല് പോയി, അപ്പൊ പിന്നെ അങ്ങനെ പറ്റി പോകുന്നില്ല. ചിലർക്ക് കാല് മുറിച്ച് കളയേണ്ടി വരുന്നു, വെപ്പ് കാല് വെച്ച് പോകേണ്ടി വരുന്നു. നമുക്ക് മാറ്റാൻ പറ്റുമോ?
ആ അവസ്ഥ മാറ്റാൻ പറ്റില്ല. ചിലർക്ക് ഭയങ്കര തീവ്രമായ ഒരു അവസ്ഥയായിരിക്കും ചിലർ കടന്നു പോകുന്നത്. സോ മാറ്റാൻ പറ്റാത്ത അവസ്ഥയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാന്നുള്ളത് ഒരു ഭയങ്കര, അതാണ് ദൈവമേ എനിക്ക് അതിൻ്റെ അതിനൊരു ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ള അതെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനെ തരണേന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, മാറ്റാൻ പറ്റുന്നതിനെ മാറ്റാനുള്ള കറേജ് എന്നാണ്. ചില കാര്യങ്ങളെ മാറ്റാൻ, ദ കറേജ് ടു ചേഞ്ച് ദ തിങ്സ് ഐ ക്യാൻ. എന്നുവെച്ചാൽ ചില കാര്യങ്ങൾക്ക് മാറ്റണമെങ്കിൽ റിസ്ക് എടുക്കണമായിരിക്കും. ഒരു ജോലി മാറ്റണം. ഇപ്പോൾ ഒരു നല്ല ജോലിയുണ്ട്, നിനക്ക് മാസം തോറും ശമ്പളം കിട്ടും, ഒന്നും പേടിക്കേണ്ട, സെക്യൂർഡ് ആണ്, കിട്ടുന്നത് മതി. പക്ഷെ നമ്മൾ ഹാപ്പി അല്ല. എനിക്ക് ആ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതാകാമായിരുന്നു, അങ്ങനെ ആകാമായിരുന്നു. സോ അത് ഉള്ളിൽ കിടക്കുകയാണ്. അപ്പൊ എന്താ, ഇത് നിർത്തിയിട്ട് നമ്മൾ റിസ്ക് എടുത്തെങ്കിലേ പറ്റുള്ളൂ. സോ റിസ്ക് എടുക്കാനുള്ള കറേജ് അതെനിക്ക് മാറ്റാവുന്ന ഒരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ പല രീതി എനിക്ക് ഇനി മുമ്പിലോട്ട് ലൈഫ് കിടപ്പുണ്ട്, എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ആശയങ്ങളുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ മുമ്പിൽ ഉപയോഗിക്കും. അപ്പൊ ഇനിയും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും എനിക്ക് ഇനി കിട്ടാൻ പോണത്. സോ അതൊരു റിസ്ക് എടുക്കാനുള്ള കറേജാണ്. അത് കറേജ് ടു ചേഞ്ച് ദ തിങ്സ് ഐ ക്യാൻ. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചിലയോ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, എൻ്റെ കുട്ടികൾ അങ്ങനെയാണ്, അല്ലെ ഇവരിങ്ങനെയാണ്, എനിക്ക് അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല ഒന്നും ചെയ്യാനായിട്ട്, ഒന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ, എല്ലാം ഒരു എക്സ്ക്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എസ്കേപ്പിസം. നമുക്ക് റിയലി ഡു യു വാണ്ട് ടു ചേഞ്ച്, മേക്ക് ഇറ്റ് സ്റ്റാർട്ട് ആൻഡ് ടേക്ക് ദ സ്റ്റെപ്പ് എന്നുള്ളതാണ്. അതാണ് കറേജ് ടു ചേഞ്ച് ദ തിങ്സ് ഐ ക്യാൻ. അല്ലെ അയ്യോ ഇങ്ങനെ സങ്കടപ്പെട്ടത്. പിന്നെ ഇത് തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു വിസ്റ്റം, ഇതെനിക്ക് മാറ്റാൻ പറ്റും, ഇതെനിക്ക് മാറ്റാൻ പറ്റില്ല, അല്ലേ? ചില കാര്യങ്ങൾ എനിക്ക് എന്റെ സ്കിൻ കളറ്, എന്റെ സ്കിൻ കളറ്, എന്റെ മുടിയുടെ, നമുക്ക് കുറച്ചൊക്കെ പാലുള്ളൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് നോട്ട്, അത് എപ്പോഴും അല്ല. എനിക്ക് പ്രായമാകുന്നു, എനിക്ക് നരവ് വരുന്നു, അതൊരു ഫാക്റ്റാണ്. കുറെ പോയി ഡൈസ് ഒക്കെ മാറ്റാം. ചിലർക്ക് ഡൈ ചെയ്യണമെന്ന് ചിലർക്ക് തോന്നാറില്ല. ഇറ്റ്സ് ഓക്കെ, എനിക്ക് പ്രായമായി, നരയൊക്കെ ഐ എം ഹാപ്പി, എനിക്ക് ഏജ് ആവുകയാണ്. ചിലരെ അത് ബോധർ ചെയ്യത്തേ ഇല്ല, നരയൊന്നും ബോധർ ചെയ്യത്തില്ല, കറുപ്പിക്ക്. എനിക്ക് കുറെ നരയൊക്കെ ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് ബോധർ. മനസ്സിലായില്ലേ? കുറേ ഏജിങ്ങിന്റെ ഭാഗമാണ്. തരച്ചോട്ടെ, ഐ എം ഹാപ്പി വിത്ത് ദ ഏജിങ് പ്രോസസ്. അല്ലെങ്കിൽ അത് വേണമെങ്കിൽ എനിക്ക് ഡൈ ചെയ്യാം, കറുപ്പിച്ച് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പോയി ഡൈ ചെയ്യാം. മാറ്റാവുന്നതുകൊണ്ട് റിസ്ക് എടുക്കുക, മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. സോ അതൊരു വലിയ അതാണ് ഈ സെറനിറ്റി പ്രയർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ രീതിയിൽ പിന്നെ നമ്മൾ പുതിയ ഐഡിയാസ്, പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇപ്പൊ ഹാപ്പിനെസ് കിട്ടാൻ എന്തൊക്കെയാണ് വേണ്ടിയത്. പ്രധാനമായിട്ടും വാട്ട് ഡു യു വാണ്ട് എന്നുള്ളൊരു ആൻസർ കണ്ടുപിടിക്കും. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയത്, നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആക്കാനായിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു നിമിത്തമുണ്ട്. ഇവിടെ വരെ എത്തി വന്നിരിക്കുന്നു. എനിക്ക് ഇതിൽ നിന്ന് എന്ത് മാറ്റം വേണം, അതിൽ മുൻപോട്ട് പോവുക. ചിലതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിലാണെന്ന് പറഞ്ഞതിന് ഞാൻ ഇപ്പം നോക്കുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് അത് പഠിച്ചത് നന്നായി പോയി, അല്ലെങ്കിൽ എൻ്റെ ഫാദർ ആൽക്കഹോളിക്കായി നന്നായി പോയി, എനിക്ക് അതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് പഠിക്കാൻ വന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ചിലത് നമുക്ക് അല്ലാത്തതായിരിക്കാം. നമുക്ക് പിന്നെ ചിലർക്ക് അത് ഞാൻ മുമ്പ് പറഞ്ഞാൽ ചിലത് അതുകൊണ്ട് നേട്ടമല്ല, നമുക്കൊരു ദുഃഖം തന്നെയായിരുന്നു, നഷ്ടം തന്നെയായിരുന്നു. പക്ഷെ അതിനെ നമ്മൾ മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ നഷ്ടത്തിൽ നിന്നും നമ്മൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ പോയി എങ്ങനെ എൻ്റെ ലൈഫ് ഞാൻ മുമ്പോട്ട് എനിക്ക് എന്താവണം. നമ്മൾ ഒത്തിരി പേര് നമ്മൾ ജീവിതത്തിൽ മോട്ടിവേറ്റേഴ്സ് പരിചയപ്പെടുത്താറില്ലേ, ഒത്തിരി പരിമിതികളിൽ നിന്നുകൊണ്ട് ഭയങ്കരമായിട്ട് അച്ചീവ് എടുത്തത്. അവർ ഈ ഒരു പോയിന്റിലൂടെ പോകുന്നത് കൊണ്ടാണ്. ഒത്തിരി പരിമിതിയിൽ നിൽക്കുന്നവർ ഭയങ്കര അച്ചീവ്മെന്റിലേക്ക് വരുന്നവരുണ്ട്. അവർക്ക് ഇതാണ് അവസ്ഥ. അവർ അവസ്ഥയിൽ ആ ക്രൈസിസിൽ കിടക്കുകയല്ല, അവസ്ഥയുടെ ക്രൈസിസിൽ കിടക്കുകയല്ല. ഇതാണ് എൻ്റെ അവസ്ഥ, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് ഇതാവണം, ഞാൻ അതിലേക്ക് പോകും. അതുകൊണ്ടാണ് അവരങ്ങനെ എത്തിപ്പെടുന്നത്. സോ അതാണ് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ള ഒരു കാര്യം. ഈ മിഡിൽ ഏജ് ക്രൈസിസ് തന്നെ സ്ത്രീകളെയാണ് കൂടുതൽ വേട്ടയാടാറെന്ന് പറയാറുണ്ട്. പറയാം, ശരിയാണ്. എന്താ വെച്ചാല് നമുക്കറിയാം, നമ്മുടെ കാലത്തിൽ വരുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതെ മാറി നിൽക്കേണ്ടി വരുന്നത് സ്ത്രീ ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരേപോലെ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു, രണ്ടുപേരും ജോലിക്ക് ഇതായി, ഒരു കുട്ടി ഉണ്ടാവും. ചിലപ്പം പലപ്പോഴും ചിലർക്ക് ഇങ്ങനെ വെളിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ പേരൻസിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരിക്കും, കുഞ്ഞിനെ നോക്കാനും വീടില്ലായിരിക്കാം. അപ്പൊ നാച്ചുറലി എന്ത് ചെയ്യും, അമ്മയായിരിക്കാം ജോലി മാറ്റിയിട്ട് കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്നത്. അപ്പൊ ആ കുഞ്ഞിന്റെ ഒരു വളർച്ചയുടെ ഘട്ടം വരെയും
ഈ അമ്മ ജോലിക്ക് പോവാതെ, കാരണം അമ്മയുടെ റോൾ അവിടെ ഒന്നുകൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ഭർത്താവ് ജോലിക്ക് പോകുന്ന ഇൻകം കൊണ്ടിരുന്നു അമ്മ കുഞ്ഞിനെ വളർത്തിയിട്ട് അവിടെ എങ്ങനെ പേരന്റിങ്ങിന്റെ ഇപ്പൊ 2 കുട്ടികളാകുകയാണെന്നുണ്ടെങ്കിൽ ആ പേരന്റിങ്ങിന്റെ കാലഘട്ടം അവരൊന്ന് സ്കൂളിൽ പോയി തുടങ്ങുന്നത് വരെ അമ്മയുടെ പ്രസൻസ് അവിടെ ആവശ്യമാണല്ലോ. അപ്പൊ ആ പുള്ളിക്ക് ആ സ്ത്രീ അവിടെ പുറകോട്ട് അവരുടെ കരിയർ ഗ്രോത്തിൽ പുറകോട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ ഹസ്ബൻഡ് കുറച്ചുകൂടെ ഗ്യാപ്പ് എടുക്കുകയാണ്. ഹസ്ബൻഡ് അപ്പൊ കരിയറിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു കാര്യം. അപ്പൊ ഒരു കുറെ കഴിയുമ്പം പിള്ളേരെല്ലാം പഠിച്ചു, സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞു. അവർക്ക് പിള്ളേർ വളരുന്നതനുസരിച്ച് അവർ ഇൻഡിപെൻഡന്റ് ആകും. അവർക്ക് ഫ്രണ്ട്സ് ആക്കും. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് എന്റെ സമയമെല്ലാം കളഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അവരിപ്പോ അവരവരുടെ വഴിക്ക് അവർക്ക് കൂട്ടുകാരെല്ലാം ഞാനിപ്പോ എന്റെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ തന്നെ ഇനിയിപ്പോ എന്താ, ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണല്ലോ, ഇനിയിപ്പോ എന്താ എന്റെ കാര്യം. അപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് അടുത്തൊരു കരിയർ തുടങ്ങണമെങ്കിൽ കുറച്ച് ചിലപ്പോൾ ആ ഗ്യാപ്പ് വന്നതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കിടപ്പുണ്ടാവും. പെട്ടെന്ന് പിന്നെ ഒരു ജോലി കിട്ടാനായിട്ടൊക്കെ. അപ്പൊ അവർക്ക് ഒരു മിഡിൽ ഏജ് ക്രൈസിസ് കൂടുതലായിട്ട് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെ ഇത് കൂടുതൽ അലട്ടാറുണ്ട്. പിന്നെ ഈ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ശാരീരിക ഹോർമോണൽ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ശരീരത്തിനും ചിലപ്പോൾ കുറച്ച് വണ്ണം വയ്ക്കാം. ഈ ബോഡി ഇമേജ്, ശരീരത്തിന്റെ ഇമേജിലൊക്കെ ബോഡി സ്ട്രക്ചറിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവാം. അതൊക്കെ അറിയൂ. ഞാനൊരു 10-20 വയസ്സായിരുന്നപ്പോൾ 20 ഡെലിവറി കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ ബോഡി അല്ലല്ലോ എൻ്റെ ഇപ്പോഴത്തെ ബോഡി. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് ശരീരത്തിന്റെ അവസ്ഥയെപ്പറ്റി തന്നെ ഒരു വിഷമം തോന്നാം. ഇങ്ങനെയൊക്കെ ഇതൊക്കെ സ്ത്രീകളെ. അപ്പൊ അവിടെ ഭർത്താവ് ആ സമയത്ത് നിന്ന് രാവിലെ എണ്ണിച്ച് ബാഡ്മിന്റൺ കളിക്കാനോ ജിമ്മിലോ ഒക്കെ പോയി രാവിലെ നടക്കാനൊക്കെ. അപ്പൊ ഈ പുള്ളിക്കാരിയോട് രാവിലെ കുഞ്ഞിനെ വളർത്തി പാലും കൊടുത്ത് ഇങ്ങനെ സെൽഫ് കെയർ കിട്ടുന്നില്ല. ഭർത്താവിന് നല്ല സെൽഫ് കെയറും കിട്ടി, കരിയറും ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പുള്ളി ഫ്രണ്ട്സിന്റെ കൂടെയും പോയി കളിക്കാനും പോയി ജിമ്മിലും പോയി ഒക്കെ പോകുന്നുണ്ടാവാം ഇല്ലേ. സോ ഇത് എനിക്ക് എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ടെക്കാരാണ്, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ പോകും, ഞാൻ തന്നെ ഇങ്ങനെ ഇതും ചെയ്ത് കുഞ്ഞിനെ വളർത്തി പാലും കൊടുത്ത് കുറുക്കും കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് പോകുന്നല്ലോ. എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യാൻ പോലും എനിക്ക് ഒരു മീ ടൈമേ എനിക്കില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ മിഡിൽ ഏജ് ക്രൈസിസ് സ്ത്രീകളിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പോ വാട്ടെവർ ഇറ്റ് ഈസ്, ഇതിനെയെല്ലാം നമ്മൾ വരുമ്പോ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും ഔട്ട്ലുക്കുമാണ് പ്രധാനം. ആറ്റിറ്റ്യൂഡ് ആൻഡ് ഔട്ട്ലുക്ക്. ഞാൻ എൻ്റെ കരിയർ അത്രയും വർഷം ഞാൻ ചക്ക് ചെയ്തു. ഫോർ വാട്ട്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഐ എം എ ഗുഡ് മദർ. ഞാനൊരു നല്ല അമ്മയാണ്. ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. ഇമ്പാക്റ്റ് മാറും, നമ്മുടെ ഫീലിംഗ് മാറും. സോ ഐ എം എ ഗുഡ് മദർ. ഞാൻ എൻ്റെ ആ ഒരു കാലഘട്ടം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തു. ഐ എം എ വെരി ഗുഡ് മദർ. ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ് എന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ക്രൈസിസ് മാറും. ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, കാഴ്ചപ്പാട് ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ഫീലിംഗ് മാറും. നമ്മുടെ ഫീലിംഗ് സംതൃപ്തി ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഞാനൊരു നല്ല കാര്യമാണ് ചെയ്തത്, എനിക്ക് വേണമെങ്കിൽ ഒരു വേലക്കാരത്തിയെ വെക്കായിരുന്നു. കാരണം ഞാൻ ഒത്തിരി ഈ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് ചാർട്ട് ഉണ്ടാക്കിക്കും. അതൊരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ പറയും, ഓക്കെ നിങ്ങൾക്ക് ജോലിക്ക് പോകണം, നിങ്ങൾക്ക് ഭർത്താവ് അത് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകണം. അപ്പം ഒരു വേലക്കാരത്തെ വെച്ചു. ആ വേലക്കാരത്തെ വെക്കാൻ പറ്റാത്തടത്താണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ വീട്ടിലൊക്കെ ജീവിക്കുന്നവർ പിന്നെ ചൈൽഡ് കെയറിൽ കൊണ്ട് കൊടുക്കൂലേ, നഴ്സറിയിൽ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്. അപ്പൊ 4, 5, 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ചൈൽഡ് കെയർ സെന്ററിൽ കൊടുത്തിട്ട് ജോലിക്ക് പോകും. തിരിച്ചു വരുമ്പോൾ പറയണം, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ കുഞ്ഞ് മയങ്ങി കിടക്കുന്ന പോലെയാ. വീട്ടിൽ വന്നാൽ ഇതൊന്നും ജീവൻ വെക്കുന്നില്ല, ഒരു കളിയും ചിരിയും ഒരു ആക്റ്റീവ് ആവുന്നില്ല. നമുക്കറിയില്ല അവരവിടെ എന്താ ചെയ്യുന്നതെന്ന്. നമുക്കറിയില്ല. ചിലയിടത്തൊക്കെ മാൽ പ്രാക്ടീസ് നടക്കാൻ കുഞ്ഞുങ്ങൾ 10-20 പിള്ളേരുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ കിടന്ന് കരയാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അറിയില്ല. ഞാനത് പിന്നെ കൊടുക്കുന്നവരുണ്ട്, ഇല്ല നല്ലവണ്ണം നോക്കുന്നവരുണ്ട്. അപ്പൊ ഒരു സ്ത്രീ പറഞ്ഞാണ്, എൻ്റെ കുഞ്ഞ് വന്ന് കുറേ കഴിയുമ്പോഴേക്കും ഉറങ്ങി കിടക്കുകയാണ്, എനിക്ക് തന്നെ കണ്ടിട്ട് സങ്കടം വരും. നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനെയല്ല, കുഞ്ഞ് ആക്റ്റീവാണ്. അപ്പൊ അത് അങ്ങനെ ഒരു രീതിയിൽ കുഞ്ഞിനെ വളർത്തണോ അല്ലാതെ വളർത്തണോ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ കുഞ്ഞിനെ വളർത്താൻ എടുത്തു. ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ് എന്നൊരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സംതൃപ്തിയാണ്. നമ്മുടെ കാഴ്ചപ്പാടും ആണ് നമ്മുടെ ഫീലിംഗ് നമുക്ക് തരുന്നത്. ഞാൻ ഈ സമയത്ത് പെട്ടെന്ന് ഒരാളെ ഓർത്തു പോവാ, ഇപ്പൊ ഓർമ്മ വന്നതാണ്. പിന്നെ ഞാൻ ഒരു മാർച്ച് 8 വിമൻസ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരിടത്ത് പോയപ്പോൾ ടോക്കിന് പോയതാണ്.
അപ്പൊ ഞാനും ഉണ്ട്, അന്നത്തെ അവിടുത്തെ കളക്ടറും ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ചില ആശയത്തെ പറ്റി ഇതുപോലെ തന്നെ ഈ ആശയം തന്നെ ഞാൻ പറഞ്ഞത്. ചിലപ്പോ സ്ത്രീകൾ ഇങ്ങനെ സാക്രിഫൈസ്, ഇപ്പം സ്ത്രീകൾ ഒരു രീതി സാക്രിഫൈസ് ആണ്. ഞാൻ അതിനെ സാക്രിഫൈസ് ഒന്നും പറയത്തില്ല. സാക്രിഫൈസ് നമ്മൾ എന്തോ ത്യാഗം ചെയ്യാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്ത്. ഐ റിയലി വാണ്ട് ടു ഡു ദാറ്റ്. സാക്രിഫൈസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു, എനിക്ക് വേണ്ടാത്തൊരു കാര്യം ഇഷ്ടമില്ലാത്ത മനസ്സോട് ചെയ്യുമ്പോൾ സാക്രിഫൈസ്, ദിസ് ഇസ് നോട്ട് സാക്രിഫൈസ്. ഐ എം റിയലി ഹാപ്പി, ഐ വാണ്ട് ടു ഡു. എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി ആ സമയം ഞാൻ ചെലവഴിക്കുകയാണ്. എനിക്കത് വേണമെന്ന് ചെയ്യുമ്പോൾ അതൊരു സാക്രിഫൈസ് ആയിട്ട് വരത്തില്ല, നമുക്ക് അതിൻ്റെ അഭിമാനമാണ് തോന്നുക. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട് മാം. അദ്ദേഹം പറഞ്ഞത്, അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്, വേഡിയേഴ്സ് ആണ്, ഡോക്ടേഴ്സ് ആണ്, ക്ലാസ്മേറ്റ്സ് ആണ്, കല്യാണം കഴിച്ചു. അപ്പൊ ഇയാളുടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് IAS സിവിൽ സർവീസ് ചെയ്യണം. ഭാര്യ പറഞ്ഞു, പുള്ളിക്കാരൻ പറഞ്ഞത് അവൾ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്, അവളാണ് എന്നെക്കാളും പഠിക്കാൻ പഠിക്കും. പക്ഷെ അവർക്ക് അങ്ങനെ ആഗ്രഹമില്ല, അവൾ രണ്ടായിട്ട് ജോലി ചെയ്യുവാണ്. അപ്പൊ ഇയാളുടെ ഉള്ളിലെ ആഗ്രഹമുണ്ട്. ഇവര് പറഞ്ഞു, നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട, നിങ്ങൾ ഡൽഹിയിൽ പോയി കോച്ചിങ്ങിന് പോവുക, 2 കൊച്ചു കുട്ടികളുണ്ട്, ഞാൻ അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളാം, ഒന്നും തിരിഞ്ഞു നോക്കണ്ട, പൊക്കോ, പോയി പഠിക്കുക. അദ്ദേഹം പഠിച്ചു, അദ്ദേഹം കളക്ടറായി. എന്റെ ഭാര്യ അത് ചെയ്തു, എന്റെ ഭാര്യ അത് ചെയ്തു. ആ ഭാര്യയ്ക്ക് ഉറപ്പാണ് അവർക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ, ഉറപ്പായിട്ട് അവർക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ. അയ്യോ, എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പഠിച്ചു, അദ്ദേഹം ഇപ്പൊ ഞാൻ ഇങ്ങനെ മാറിയിരുന്നുണ്ടല്ലേ പുള്ളി പോയി പഠിച്ച് കളക്ടർ ആയത്. ഇല്ല, അദ്ദേഹം അവരുടെ പാഷൻ, അദ്ദേഹത്തിന്റെ പാഷൻ ചെയ്യാൻ ഞാനത് സപ്പോർട്ടിങ് നിന്ന് ഐ എം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ്. ആ തലത്തിലാണ് പുള്ളിക്ക് ആ വൈഫ് അവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കാം, ഭർത്താവിന് അങ്ങനെ പാഷൻ കാണില്ല, ഭാര്യയ്ക്കായിരിക്കും പാഷൻ. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം. ഭാര്യയെ PhD പഠിക്കാൻ വിട്ടു, ഭാര്യയെ PhD IIT കിട്ടി, നീ പോണം പഠിക്കാൻ വിട്ടു. ഭർത്താവിനെ അങ്ങനെ PhD മോഹമൊന്നുമില്ല, മനസ്സിലായില്ലേ? PhD മോഹം, രണ്ടുപേർക്കും നല്ല ഗവൺമെന്റ് സർവീസ് ജോലിയാണ്, എങ്കിലും PhD മോഹം, റിസർച്ച് മോഹം, നീ പോണം, അവധി എടുത്ത് പോണം, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇത് രണ്ടുപേരും അവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് പിന്നെ ആ പാർട്ട്നേഴ്സ് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു എന്തോ ഒരു സങ്കടത്തിലേക്ക് വിഷമത്തിലേക്ക് പോകാൻ ഞാൻ നല്ല കാര്യമാണ് ചെയ്തതെന്നുള്ള രീതിയിലോട്ട് വരത്തതേ ഉള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ട്, അതായത് ഒരു 35-40 വയസ്സൊക്കെ ആവുന്ന സമയത്ത് കുറെ സ്ത്രീകൾ പറയാറുണ്ട്, അതായത് അവരുടെ ഭർത്താവിന് സ്നേഹമില്ല, അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യുന്നു പക്ഷെ അതേ സമയത്ത് അവർക്ക് സൗഹൃദങ്ങളുണ്ട്, അവർക്ക് അല്ലെങ്കിൽ മറ്റ് എന്റർടൈൻമെന്റുകൾ അതൊക്കെ പോകുമ്പോൾ നമ്മളെ ഒന്ന് കെയർ ചെയ്യുന്ന പോലും ഇല്ല, അല്ലെ നമുക്കൊരു നല്ലൊരു ഗിഫ്റ്റ് പോലും മേടിച്ചു തരുന്നില്ല. പക്ഷെ ചിലപ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ ടെൻഷനിൽ ഒരു 2 അക്കം കൂട്ടും തിരിക്കാൻ ഉള്ള ഓട്ടത്തിലായിരിക്കും. പക്ഷെ അതേ സമയത്ത് ഈ കുട്ടികൾ വളർന്നു വലുതായി അവരവരുടെ സ്റ്റാൻഡിലേക്കൊക്കെ മാറുന്നു, അവരവരുടെ ഫ്രണ്ട്സുമായിട്ട് പോകുന്നു. അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പക്ഷെ അവിടുന്ന് ഒരു കെയറും കിട്ടുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ നമുക്ക് ദേഷ്യം, പലപ്പോഴും അവരുടെ ആങ്കർ മാനേജ്മെന്റ് ഇല്ലാത്ത ദേഷ്യം. പക്ഷെ അവർക്ക് അപ്പൊ ആ സ്ത്രീ പറയും, അവർക്കൊരു സാധാരണക്കാരാണെങ്കിൽ ഈ തെറാപ്പികള് അല്ലെങ്കിൽ സംവിധാനങ്ങളൊന്നും യൂസ് ചെയ്യാൻ അവര് അത് നോർമലായിട്ട് കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ കടന്നു പോകുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുപാടും സാധാരണക്കാരാണ്. ഇപ്പം ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ ഈ പറയുന്ന സമീപങ്ങളെല്ലാം എടുക്കുന്നത് അപ്പർ മിഡിൽ ക്ലാസ് തീർച്ചയായിട്ടും ഈ ഒരു സാധാരണക്കാർക്ക് വേണ്ടി എന്താണ് പറയുന്നത്? ഇത് മനസ്സിലാവും പറയാനുള്ളത്. കാര്യം ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, സ്ത്രീകളെ പറ്റി പറഞ്ഞപ്പോൾ ഈ ഒരു ഏജ് എന്ന് പറയും 40-60 ഈ സമയം മെനോപോസിൽ കൂടെ കടന്നു പോകുന്ന സമയം കൂടിയാണ്. അപ്പൊ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഒത്തിരി സംഭവിക്കുന്ന ഒരു സമയമാണ്. അവരെ പെട്ടെന്ന് ദേഷ്യം വരാം. അതുപോലെ തന്നെ ഇവർക്ക് പീരിയഡ്സ് ആകുന്ന ടൈമിലും ഈ പീരിയഡ്സിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭയങ്കര ഡിപ്രസീവ് മൂഡിലേക്ക് പോകും, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ചില സ്ത്രീകളൊക്കെ വളരെ ഫ്രീ ആയിട്ട് പറയും, എനിക്ക് പീരിയഡ്സിന്റെ ഡേറ്റ് അടുക്കാറായി 2-3 ദിവസത്തേക്ക് എന്നോട് ഒന്നും പറയില്ല, ഞാൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ്. ഭർത്താവിനും പിള്ളേരോടും വാൺ ചെയ്യും, എൻ്റെ അടുത്ത് ചൊറിയാനൊന്നും പറഞ്ഞേക്കരുത്, എന്നെ ഒന്ന് എൻ്റെ വഴിക്ക് വിട്ടേക്കണം, ഒന്നും അല്ലെങ്കിൽ നല്ല കാര്യം വല്ലതും ചെയ്തു തരാമെങ്കിൽ ചെയ്തോണം, അല്ല ചൊറിയാൻ വന്നേക്കല്ലേ, ഞാൻ എളുപ്പം ഇറിറ്റേറ്റഡ് ആവും. കാരണം പീരിയഡ്സ് ടൈമിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അത് മെനോപോസ് ടൈമിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നല്ലവണ്ണം ആ ഒരു ഹോർമോണൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആദിത്യൻ പറഞ്ഞ പോലെ ഭർത്താവിന് അപ്പോഴത്തേക്കും നല്ലൊരു സോഷ്യൽ ലൈഫ് ഉണ്ടാവും, ജോലിയിലാവാം, സുഹൃത്തുക്കളാവാം, നല്ലൊരു. അപ്പൊ ഭാര്യ ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളെ വളർത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ ഇനി ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ പോലും
ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ ഒരു നാട്ടിൽ ഇവിടുത്തെ ഒരു രീതി വെച്ചു പെട്ടെന്ന് ജോലിക്ക് പോകുന്നു, ജോലി കഴിയുമ്പോഴത്തേക്ക് ഓടി വെപ്രാളം പിടിച്ച് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം വീട്ടിലെ കാര്യം ഇതെല്ലാം നോക്കണം, തത്രപ്പാട് പിടിക്കുകയാണ്. പിന്നെയും ഉറങ്ങിട്ട് വെളുപ്പിനെ അടിച്ച് അടുത്ത ഇതിന് പോകണം. ഇതിങ്ങനെ ഒരു മെഷീൻ പോലെ ഓടുകയാണ്. അപ്പൊ ഇവർക്ക് ഇവരുടെ ഒരു മീറ്റ് ടൈമോ ഒന്നുമില്ല. അതിന്റെ കൂടി മെനോപോസ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അയ്യോ ഒന്ന് ഓടി 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 മതിയായി എന്നുള്ളൊരു അപ്പോഴത്തേക്കും മറ്റുള്ളവരിൽ നിന്നും ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഒരു പരിഗണന അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര നിരാശ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരുപാട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഒരു ഹോസ്പിറ്റലോ അല്ലെ ഒരു സൈക്കോളജി തെറാപ്പി എടുക്കാൻ പോലും അതെ അതെ അവർക്ക് അങ്ങനെ ഇതൊരു ഹെൽപ്പ് സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് പോലും അവർ തിരിച്ചറിയുന്നുണ്ടാവില്ല. അവർക്ക് ആകൊണ്ടുണ്ടാകുന്ന എന്റെ ഞാൻ ഇങ്ങനെ കിടന്ന് ഓടുകയാണ്, എന്നെ ആർക്കും വേണ്ട, പിന്നെ എന്നെ ആർക്കും സ്നേഹമില്ല, എന്റെ പിള്ളേർക്ക് പോലും സ്നേഹമില്ല എന്നുള്ളതാ, ഹസ്ബൻഡിന് സ്നേഹമില്ല. അപ്പൊ ഇതുമായിട്ട് സംഭവിക്കുന്ന മിഡിൽ ഏജ് വരുമ്പോൾ ഗ്രൺ പറഞ്ഞ പോലെ അതെ 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 ഉണ്ടുണ്ട്. അത് ഡിപ്രഷൻ പറഞ്ഞു പോകുന്നതാണ്. കാരണം ഈ സമയത്ത് ഈ ചെലവുകൾ കൂടും. കുട്ടികൾ പഠിച്ച് കുറച്ച് പ്രൊഫഷണൽ കോളേജിലോട്ടൊക്കെ പഠിത്തത്തിന്റെ ഇത് പഠന ചെലവുകൾ കൂടും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ വരുമാനത്തിന് വേണ്ടി ഭാര്യ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടെല്ലാം ഓടി നടക്കുന്നുണ്ടാവും. അപ്പോൾ ചെലവുകൾ വർദ്ധിക്കുന്നു. പിന്നെ ടീനേജോട്ട് പോകുമ്പോഴത്തേക്ക് കുട്ടികൾ കുറച്ചുകൂടെ അവരുടെ ഐഡന്റിറ്റി ആകും. കാര്യം നമ്മൾ എന്താ പറയാ, ടീനേജിൽ വരുമ്പോഴത്തേക്ക് ഇവർ തർക്കുത്തരം പറയുന്ന ഒരു തലത്തിലേക്ക് പോകും. അതെ അതെ. അപ്പൊ പിന്നെ നമ്മള് അതുവരെ നമ്മൾ പറയുന്ന എല്ലാം കേട്ടനുസരിച്ച് അമ്മ പറയുന്നതാണ് എല്ലാം ദൈവം. അമ്മ പറയുന്ന ഡ്രസ്സ്, അമ്മ കൊടുക്കുന്ന ഡ്രസ്സ്, അമ്മ ചെയ്യുന്ന മുടി ഹെയർ സ്റ്റൈല്, മുടി പിന്നി കൊടുക്കുന്ന, അമ്മ പറയുന്ന ഡ്രസ്സ്, ഇതൊക്കെയായിരുന്നു ഇടുന്നത്. പക്ഷെ ഇത് എനിക്ക് അമ്മ കൊടുക്കുന്നൊന്നും വേണ്ട, ഇത് ശരിയാവില്ല. അവർക്ക് അവരുടെ രീതിയിൽ അത് എന്തെങ്കിലും അമ്മ പറയുമ്പോൾ തിരിച്ചെന്താ ഇങ്ങനെ തിരിച്ച് എന്റെ കുട്ടി എന്നോട് തർക്കുത്തരം പറഞ്ഞു, ഈ കുട്ടിക്ക് വേണ്ടിയിട്ടില്ല ഞാനൊരു ജീവിതം മൊത്തം കളഞ്ഞത്, സോ ഇപ്പൊ എന്നെ വേണ്ടല്ലോ. അവർക്ക് അവരുടേതായ ആക്ച്വലി അത് അവരുടെ ഗ്രോത്ത് പ്രോസസ്സാണ്. പക്ഷെ അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അയ്യോ എന്നോട് സ്നേഹമില്ലല്ലോ, ആർക്കും എനിക്ക് സ്നേഹം, ഹസ്ബൻഡിന് സ്നേഹമില്ല, ഹസ്ബൻഡിന്റെ സോഷ്യൽ ലൈഫ്, പുള്ളിക്ക് വീട്ടിൽ വന്നാൽ എന്നോട് മിണ്ടാനും പറയാനും ഒന്നും സമയമില്ല, ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. പിന്നെ ചിലപ്പോൾ സെക്ഷൽ ലൈഫ് ആ സമയത്ത് അങ്ങനെ നമുക്കറിയില്ല. ചിലർക്ക് സെക്ഷലിയും ഒരു മുരടിപ്പ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. കാരണം ഇങ്ങനെയുള്ളൊരു പെയിൻ ഒക്കെ വന്നു കഴിയുമ്പോൾ സെക്ഷൽ ലൈഫും ഹാപ്പി ആവത്തില്ല. കാര്യം നമുക്ക് മനസ്സ് സന്തോഷമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മനസ്സ് സന്തോഷമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൽ ലൈഫിലോട്ട് ആക്ടിവിറ്റിയിലോട്ട് പോകാൻ തോന്നുള്ളൂ. മനസ്സ് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഭർത്താവ് വരുന്നത് തന്നെ അവർക്കൊരു അരോചകമായിരിക്കും. സെക്സിനോട് തന്നെ ഒരു വിരക്തി ഉണ്ടാവാം. ഇതെല്ലാം ഈ സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഈ ഹോർമോൺ ചേഞ്ച് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും സ്ത്രീകൾ ഇങ്ങനെ ഡൗൺ ആയിപ്പോ, ഫ്രസ്ട്രേഷൻ ആയിപ്പോ. സത്യത്തിൽ ഒരു ഹെൽപ്പ് സ്വീകരിക്കേണ്ടതാണ്. അതെ, സാധാരണക്കാർക്ക് അതെ നിങ്ങൾ ഇതുപോലെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ ഒത്തിരി പേര് ഇപ്പൊ കാണുന്നത് കൊണ്ട് എനിക്കിങ്ങനെ ഒരു നമ്മളൊരു പനി വന്നാൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടറെ കാണാൻ പോകും. അതെ അതെ. നമ്മുടെ കൊച്ചു പനി വന്നാൽ ഉടനെ ഓടിപ്പോയി ഡോക്ടറെ കാണും. ഒരു മരുന്ന് തലവേദന വന്ന് ഓടിപ്പോയി തലവേദന ഗുളിക കഴിക്കും എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ മനസ്സ് ഇങ്ങനെ ഡൗൺ ആയി ലോ എനർജിയിൽ നമുക്കൊരു പെട്ടെന്ന് സങ്കടം, വിഷമം, ദേഷ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷെ സ്ഥായിയായിട്ട് നിൽക്കുകയാണ്. നമുക്കത് കുറച്ച് സമയം കഴിയുമ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. സ്ഥായിയായിട്ട് നിൽക്കുവാണെങ്കിൽ ദയവേത് ഞാൻ മുമ്പേ പറഞ്ഞാൽ ആരോട് നല്ല ഒരാളോട് പറയുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് പോയി സ്വീകരിക്കുക. അത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആദ്യം ഈ ഫീലിംഗിൽ നിന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം. അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിംഗ്സ് ഇങ്ങനെ കിടക്കുമ്പോൾ ഒന്നും ചെയ്യാനുള്ള ഒരു ഊർജ്ജം അവർക്ക് കാണുകയില്ല. കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഫോർ എക്സാമ്പിൾ ഒരു ചെടി നടണം. ചെടി ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾക്ക് ചെടി നടണമെങ്കിൽ തന്നെയും അതിനൊരു എനർജി വേണം. അതുപോലും ചെയ്യാൻ തോന്നുന്നില്ല. അത്ര ഡൗൺ ആയിപ്പോയി. അപ്പൊ അങ്ങനെ വെറുതെ കിടക്കും, ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. അപ്പൊ ഈ ഹോബീസ് ഒക്കെ ഉള്ളത് ഒത്തിരി നല്ലതാണ്. കാരണം അവർക്കപ്പൊ എന്താ, ഞാനിപ്പോ എല്ലാം ഫ്രീ ആയി, എന്റെ ജോലികളൊക്കെ ഒത്തിരി ഒതുക്കി കഴിഞ്ഞു, ഇപ്പൊ അവർക്ക് ഭർത്താവ് കുട്ടികളെല്ലാം അവരുടെ ഇതായി, എനിക്കിനി എന്റെ മീ ടൈം, എനിക്ക് അന്ന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ചെയ്യുന്നു. ഒന്ന്, എനിക്ക് യാത്രകൾ, എനിക്ക് ബന്ധുക്കളെ വിസിറ്റ് ചെയ്യുക, സുഹൃത്തുക്കളെ വിസിറ്റ് ചെയ്യുക, എന്റെ ക്രാഫ്റ്റ്, എന്റെ വായനകൾ, വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്ക് വായന തുടങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിന്റിങ്ങോ തയ്യലോ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഹാൻഡിക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ക്രാഫ്റ്റിന് സമയം എടുക്കുക. പണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ട് മാറ്റി വെച്ചിരുന്നതാവാം. ഗാർഡനിങ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഗുഡ് ഫീലിംഗ് തരുന്ന കാര്യങ്ങളാണ്. കാര്യം ഹോബീസ് ഭയങ്കരമായിട്ട് ഗുഡ് ഫീലിംഗ് തരുന്ന ഒരു കാര്യമാണ്. സോ ഹോബീസ് എന്തെങ്കിലും ചെയ്യാം. ചിലർക്ക് പെറ്റ്സിനെ വളർത്താം. പെറ്റ്സ് ഭയങ്കര പവർഫുൾ ആണ്. പെറ്റ്സ് തെറാപ്പിസ്റ്റ് ആണ്. സത്യത്തിൽ പെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്രഷൻ മാറ്റാനുള്ള തെറാപ്പിസ്റ്റ് ആണ് പെറ്റ്സ്. ശരിക്കും
ഒരു നല്ലൊരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ച് വളർത്തും, ഹാപ്പി ആകും നമ്മൾ കേട്ടോ. ഞാൻ തമാശ പറയല്ല, ഒരു പട്ടിക്കുട്ടിയെ വാങ്ങി വളർത്തു, അങ്ങനെയുള്ളവരെ അറിയാം. അത് വളരെ ഇതാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു നമുക്കൊരു എന്തൊരു നമ്മുടെ ഒരു എനർജി ലെവല് ശരിയായി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നമ്മളൊരു നല്ലൊരു കോഫി, സ്ട്രോങ് കോഫി ഇട്ട് കുടിക്കുക. ഈ സത്യത്തിൽ എന്നെ സംബന്ധിച്ചൊരു ഇങ്ങനെ നല്ല ഒരു കോഫി കുടിക്കുക, ആ കോഫി കുടിക്കുന്നത് പോലും നമുക്കൊരു ഫീൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ചെയ്യുന്നതിലെല്ലാം ഒരു ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ചുറ്റും അവരങ്ങനെ ഇങ്ങനെ പഠിച്ചിരിക്കുകയല്ല. നമ്മളൊരു പിന്നെ ചെടി വളർത്തിയ പൂവുണ്ടായി, വെള്ളമൊഴിച്ചു, അല്ലെ പോയി നല്ലൊരു കോഫി ഇട്ട് കുടിച്ചു, ഇതിനൊക്കെ നമുക്ക് ഹാപ്പി മൊമെന്റ് ആയിട്ട് എന്നെ ഒത്തിരി ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹോബീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. സോ ഇത് ഉറപ്പായിട്ട് എല്ലാവർക്കും അതിനകത്തൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും.